അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, സമസ്തയുടെ മദ്രസകളിൽ 7ാം ക്ലാസ്സിന് വേണ്ടി നടക്കുന്ന പൊതുപരീക്ഷയിലെ താരീഖിൻ്റെ 1 മുതൽ 5 വരെയുള്ള പാഠങ്ങൾ റിവിഷനാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പാഠങ്ങളിലെ തദ്രീബാത്തിലും അല്ലാത്തതിലുമുള്ള മുഴുവൻ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും പഠിച്ചാൽ എന്തായാലും വരും. ബാക്കിയുള്ള പാഠങ്ങൾ തുറന്ന് അപ്ലോഡ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. നമുക്കൊന്ന് വായിക്കാം. 1. ഹസൻ റളിയല്ലാഹുവിൻ്റെ മാതാപിതാക്കൾ ആരാകുന്നു? അലി, ഫാത്തിമ റളിയല്ലാഹു അൻഹുമ. 2. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഏതു വർഷം, ഏതു മാസം? ഹിജ്റ 3-ാം വർഷം റമളാനിൽ. ചോദ്യം 3. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്തത് ആര്? കൂഫയിലെ ജനങ്ങൾ. 4. ആമുൽ ജമാഅ എന്നറിയപ്പെടുന്ന വർഷമേത്? ഹിജ്റ 40. 5. ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏത്? ഹിജ്റ 49. ചോദ്യം 6. ഹസൻ റളിയല്ലാഹുവിൻ്റെ ഖബർ എവിടെ? ജന്നത്തുൽ ബഖീഇൽ. ചോദ്യം 7. ഹസൻ റളിയല്ലാഹു ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ചെയ്തു? വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേരിടുകയും ചെയ്തു. ചോദ്യം 8. ആമുൽ ജമാ എന്താണ്? കൂഫക്കാർ ഹസൻ റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്തത് ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമായപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം മുആവിയ റളിയല്ലാഹുവിന് വിട്ടുകൊടുത്തു. ഇതിന് ആമുൽ ജമാ എന്ന് പറയുന്നു. ചോദ്യം 9. തോലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബുഹു. ചോദ്യം 10. ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണ്? മദീനയിൽ. 11. ഹസൻ റളിയല്ലാഹുവിന് മധുരം നൽകിയത് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 12. അലി റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഡമസ്കസിലെ ഗവർണർ ആരായിരുന്നു? മുആവിയ റളിയല്ലാഹു അൻഹു. 12. 13. കർബല യുദ്ധം നടന്ന വർഷം ഏത്? ഹിജ്റ 61. 14. ചോദ്യം. കർബല യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബാംഗങ്ങൾ എത്ര? 16. 15. ചോദ്യം. ഇറാഖിലെ അന്നത്തെ ഗവർണറുടെ പേരെന്ത്? ഉബൈദുല്ലാഹ് ബിൻ സിയാദ്. ചോദ്യം 16. കർബല എവിടെ സ്ഥിതി ചെയ്യുന്നു? യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ. 17. ചോദ്യം. ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷമേത്? ഹിജ്റ 61. 18. ചോദ്യം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് രൂപസാദൃശ്യമുണ്ടായിരുന്നു ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ചോദ്യം 19. കർബല യുദ്ധം ഉണ്ടാവാനുള്ള കാരണം? മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ പിൻഗാമിയായ മകൻ യസീദിനെ പ്രഖ്യാപിച്ചതിൽ എതിർപ്പുണ്ടായിരുന്ന കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ കൂഫയിലേക്ക് ക്ഷണിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബവും കൂഫയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ കൂഫക്കാർ വാക്കുമാറുകയും ഉബൈദുല്ലാഹ് ബിൻ സിയാദിന്റെ മുമ്പിൽ അകപ്പെടുകയും ചെയ്തു. ചോദ്യം 20. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യക്തിഗുണങ്ങൾ? ആരാധനയുടെ കാര്യത്തിൽ കണിശത പുലർത്തിയിരുന്നു. വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു. അടുത്തത് 3, 4, 5 പാഠങ്ങളിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് വായിക്കുന്നത്. അതിലൊന്നാമത്തത് അശറത്തുൽ മുബശ്ശറ ആരെല്ലാം?
അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ചോദ്യം 2. അശറത്തുൽ മുബശ്ശറയുടെ പ്രത്യേകത എന്ത്? ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും എല്ലാ വെല്ലുവിളികളെയും നേരിടുകയും എല്ലാ പ്രയാസങ്ങളും സഹിക്കുകയും എല്ലാ രംഗങ്ങളിലും ഹാജരായിട്ടുള്ളവർ. ചോദ്യം 3. അശറത്തുൽ മുബശ്ശറിൽ ഏറ്റവും ആദ്യം വഫാത്തായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. 4. അശറത്തുൽ മുബശ്ശറയിൽ ഏറ്റവും അവസാന വഫാത്തായത് സഅദ് റളിയല്ലാഹു അൻഹു. 5. അശറത്തുൽ മുബശ്ശറയിൽ ജന്നത്തുൽ ബഖീഇൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. 6. ചോദ്യം. അശറത്തുൽ മുബശ്ശറയിൽ ബസറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു. 7. ചോദ്യം. അശറത്തുൽ മുബശ്ശറയിൽ കൂഫയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അലി റളിയല്ലാഹു അൻഹു. 8. ചോദ്യം. അശറത്തുൽ മുബശ്ശറയിൽ ബനൂ തൈമിൽപ്പെട്ടവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു. 9. ചോദ്യം. അശറത്തുൽ മുബശ്ശറയിലെ ബനൂ അദിയിൽപ്പെട്ടവർ ഉമർ റളിയല്ലാഹു അൻഹു. ചോദ്യം 10. ഇസ്ലാമിൽ എത്രാമനായിരുന്നു സഅദ് ബിൻ വഖാസ് റളിയല്ലാഹു അൻഹു? 3. ചോദ്യം 11. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്രയായിരുന്നു? 17. ചോദ്യം 12. സഅദ് റളിയല്ലാഹു അൻഹു എവിടെയായിരുന്നു ഗവർണറായി സേവനം ചെയ്തത്? കൂഫയിൽ. ചോദ്യം 13. സഅദ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകി വിജയമേത്? മദായിൻ. ചോദ്യം 14. സഅദ് റളിയല്ലാഹു അൻഹു ഏതാണ്ട് എത്ര വർഷം ജീവിച്ചു? 80 കൊല്ലത്തിലധികം. ചോദ്യം 15. എവിടെ വെച്ചായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്? മദീനയുടെ പുറത്ത്. ചോദ്യം 16. മുഹാജിറുകളിൽ വെച്ച് ഏറ്റവും അവസാന വഫാത്തായത് ആര്? സഅദ് റളിയല്ലാഹു അൻഹു. ചോദ്യം 17. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ശപഥം മകൻ ഇസ്ലാം ഒഴിവാക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന്. ചോദ്യം 18. സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ സന്ദർഭം. ഒരിക്കൽ സ്വഹാബികൾ പള്ളിയിലിരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശിയായി ഒരാൾ ഈ വാതിലിലൂടെ കടന്നു വരും. അപ്പോൾ ആ വഴി കടന്നു വന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ചോദ്യം 19. സഈദ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള കുടുംബ ബന്ധങ്ങൾ എന്തെല്ലാം? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഭർത്താവായിരുന്നു സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിക്കയുടെ സഹോദരൻ കൂടിയാണ്. ചോദ്യം 20. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ പേരെന്ത്? ആതിക. ചോദ്യം 21. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഷാമിലേക്ക് പോകുവാൻ കാരണമെന്ത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സത്യമതത്തെ അന്വേഷിച്ചുകൊണ്ടാണ് സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഷാമിലേക്ക് പോയത്. ചോദ്യം 22. ഷാമിൽ വെച്ച് അദ്ദേഹം ആരെയാണ് കണ്ടുമുട്ടിയത്? ഒരു പുരോഹിതനെ. ചോദ്യം 23. സഈദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, കാരണം അന്ന് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല. ചോദ്യം 24. സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ച്? അദ്ദേഹത്തിന്റെ ഖബർ എവിടെ? അഖീഖ്, ജന്നത്തുൽ ബഖീഇൽ. ചോദ്യം 25. സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ സത്യന്വേഷണവും മരണവും പ്രാർത്ഥനയും. സത്യന്വേഷണം: ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സത്യമതത്തെ അന്വേഷിച്ച് ഷാമിലേക്ക് പോയി. മരണം:
ഷാമിൽ നിന്ന് മടങ്ങുമ്പോൾ അദ്ദേഹത്തെ പിടിക്കുകയും വധിക്കുകയും ചെയ്തു. പ്രാർത്ഥന: അല്ലാഹുവേ, എനിക്ക് നിഷേധിച്ച ഖൈറ് എന്റെ മകൻ സഈദിന് നിഷേധിക്കരുതേ. ചോദ്യം 26. ബദർ യുദ്ധം. അബൂജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാട് കാരണം ഹിജ്റ 2-ാം വർഷം റമദാനിൽ മുസ്ലിങ്ങളും മക്ക മുശ്രിക്കുകളും തമ്മിൽ ബദറിൽ വെച്ച് നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. ചോദ്യം 27. യർമൂക്ക് യുദ്ധം. 6 ദിവസം യർമൂക്ക് നദിയുടെ തീരത്ത് മുസ്ലിങ്ങളും റോമക്കാരും ഏറ്റുമുട്ടിയ യുദ്ധമാണ് യർമൂക്ക് യുദ്ധം. ഇനി ചേരുംപടി ചേർക്കുക. 28-ാമത്തത് യർമൂക്ക് മുന്നേറ്റം, 29 ഷാം സയ്യിദ്, 30 വഫാത്ത്, ഹിജ്റ 51, 31 ഖബർ ജന്നത്തുൽ ബഖീ. ഇൻഷാ അല്ലാഹ് 1 മുതൽ 5 വരെയുള്ള പാഠങ്ങളുടെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ ബാക്കിയുള്ള പാഠങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കണ്ട് കേട്ട് പഠിക്കുക. അള്ളാഹു നമ്മുടെ മക്കൾക്കെല്ലാം ടോപ്പ് പ്ലസ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.